ഹലോ നമസ്കാരം, ബ്രൗണാണ്. എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹോം സ്റ്റോറിലുണ്ടല്ലോ അടിപൊളി ക്ലിയറൻസ് സെയിലും അതുപോലെ തന്നെ 50% ഓഫൊക്കെ ആയിട്ട് അവിടെ സെയിൽ തകർക്കുന്നുണ്ടോ. ഞാൻ യാദൃശ്ചികമായിട്ട് ഹോം സ്റ്റോറിൽ പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഒരു സംഭവം വാങ്ങിക്കണമെന്ന് വിചാരിക്കണം കുറേ നാളായി. അത് വേറെ ഒന്നല്ല, നല്ല അടിപൊളി ഗാർഡൻ ചെയറും അതുപോലെ തന്നെ നല്ല പർസോൾ എന്നാണ് പറയുന്നത്, കുട, സാധാരണ നമ്മുടെ കുടയില്ലേ, അതൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് രാത്രി ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഗാർഡൻ ചെയറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വൈബായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ എന്തല്ലോ നമ്മുടെ ഹോം സ്റ്റോറിൽ കിട്ടില്ലെന്ന് ഓഫർ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ക്ലിയറൻസ് സെയിൽ വാങ്ങിച്ച അടിപൊളി 6 സീറ്റ് വരുന്ന ഗാർഡൻ ചെയറും അതുപോലെ തന്നെ ഒരു വലിയൊരു കുട പർസോളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബാക്ക് യാർഡിലേക്ക് ഗാർഡൻ ചെയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കുഞ്ഞ് സെറ്റപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം സ്റ്റോറിൽ നിന്ന് ക്ലിയറൻസ് സെയിലിൽ വാങ്ങിയ ഐറ്റംസ്. ഇത് നമ്മളുടെ 6 സീറ്റ് വരുന്ന ചെയറും അതിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പർസോൾ. ഈ പർസോളിൻ്റെ ബേസാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മളുടെ ബാക്ക് യാർഡ്. ഇതിന് മുന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. വീണ്ടും പുല്ലൊക്കെ നമ്മൾ വെട്ടി നിർത്തിയതാണ്, പുല്ലൊക്കെ വളർന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഇത് നമ്മൾ വാങ്ങിച്ച ഇത് സീരീസ് സെറ്റാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, നല്ല രാത്രി നല്ല വൈബ് തരുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇതിന് ഇപ്പുറത്തും ഒരു പാർട്ടും കൂടി ഉണ്ടായിരുന്നു. അത് എൻ്റെ മോൻ വടിയൊക്കെ കറക്കി കോലൊക്കെ കറക്കി കളിച്ചപ്പോഴത്തേക്കും പൊട്ടിപ്പോയി. ആ പൊട്ടി പീസ് ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടി പോയി വാങ്ങിക്കണം. ഇതൊന്നും പൊട്ടിച്ചളഞ്ഞിട്ടോ, കൊച്ചു പൊട്ടിച്ചളഞ്ഞാണ്. ഓക്കെ, 23 യൂറോ 27 യൂറോ അങ്ങനെ എന്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പൊളിച്ചടുക്കി സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സമയം രാത്രി 8:30 മണിയായിട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞു. അപ്പോൾ അവന് കൊച്ചിന് ഞാൻ വാക്ക് കൊടുത്തായിരുന്നു ഇന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് അവന് ഇന്ന് ഗ്രില്ലടിക്കാന്നൊരു വാക്ക് ഞാൻ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവന് പിരിക്കപ്പുറത്ത് തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിന്ന് ഗ്രില്ലടിക്കണം കേട്ടോ. അപ്പോൾ ഗ്രില്ലടിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സീബാസും സീബ്രീമും അതുപോലെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇവിടത്തെ ഒന്നും എങ്ങനെ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ 2 വലിയ ബോക്സ് അവിടെ പൊളിച്ചടക്കി ഈ സീറ്റും കാര്യങ്ങളും ടേബിളൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പർസോള് നമ്മളുടെ കുട സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, കാണിച്ചില്ല കേട്ടോ. നമുക്കിതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒപ്പം ടൂൾസും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു എൽ കീയും LN കീയും അതുപോലെ തന്നെ ചെറിയൊരു സ്പാനറും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ യൂസർ മാനുവലും ഉണ്ട് ഇതിനകത്ത്, നോക്കട്ടെ. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ടൂളാണ് ഈ ഒരു ചെറിയൊരു സ്പാനർ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ സ്വന്തം ടൂളാണ് കേട്ടോ, സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. കാരണം ഇത് വെച്ച് തിരിക്കുമ്പോഴത്തേക്കും കൈ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു 2 പേരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ ഒരു സംഭവമൊക്കെ ഗ്ലാസ്സാണ്. എങ്ങനെ ഈ ഒരു പീസൊക്കെ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ നേരത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പണി പാളി.
അതുപോലെ ഉണ്ടല്ല ഈ എല്ലാം കീ ഞാൻ മാറ്റുവാണ്. കാരണം നമുക്ക് ഇതിൽ 12 സ്ക്രൂ ആണ് ഇതിന് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു എല്ലാം കീ വെച്ച് ടൈറ്റ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ടൈം കുറേ എടുക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ടൂളിലേക്ക് ഞാൻ മാറ്റുവാണ് കേട്ടോ. ഇതും എല്ലാം കീ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. ആറെണ്ണം 6 കസേരയുണ്ട്. രാവിലെ തുടങ്ങിയാൽ മതിയായിരുന്നല്ലേ, തീർന്നാണ്. രാത്രി 8:30 തുടങ്ങിയത്. മഴ ഇത്ര എന്നറിയോ 10 മണിയാകുമ്പോൾ. ഇന്ന് ഗ്രില്ലടിച്ച് തന്നെ. നമുക്ക് നാളെ ഗ്രില്ലടിക്കടാ. നോക്കട്ടെ. ഭയങ്കര പാടാ മമ്മി ഫിറ്റ് ചെയ്യാൻ. ഇത്രയും പാടായിരിക്കും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഒരു സ്ക്രൂ അങ്ങാടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയില്ലേ, ഞാനിപ്പോൾ അഴിക്കണവരെ അഴിക്കേണ്ടി വരും. ഞാനിപ്പോൾ അഴിക്കണേ. നമ്മുടെ ഗാർഡൻ ചെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഹോം സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രില്ലടി കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിരുന്നു നൈറ്റ്. കാരണം ഈ ഒരു ചെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചടങ്ങായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ചെയർ സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഈസി ആയിട്ട് മാറി. പിന്നെ വേറൊരു പണിയും കൂടി കിട്ടിയായിരുന്നു നമുക്ക്. നമ്മുടെ മൈക്കിൻ്റെ കേബിളൊന്ന് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ ഗിംബലിൽ ഞാൻ മൈക്ക് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു കേബിളിൻ്റെ ഈ ഒരു അറ്റം കണ്ടോ, ആ സംഭവം ഇത് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്ന, ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതാണത്. അപ്പോൾ ആ ഒരു സംഭവം പൊട്ടിപ്പോയായിരുന്നു. ഗിംബിൽ മറിഞ്ഞു വീണപ്പോഴത്തേക്കും മൈക്കൊക്കെ തെറിച്ച് പോയി. അപ്പോൾ ആ ഒരു പണിയും കൂടി നൈസായിട്ട് കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് പർസോളാണ്, അതായത് കോട. അതിൻ്റെ ഇടയിൽ ഒരു ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അതാദ്യം സെറ്റാക്കാം. അതിനു മുമ്പ് ആ പർസോൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലം നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ ഗാർഡൻ ചെയറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെ, നമ്മുടെ ഗാർഡൻ ചെയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെയുണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ ചെയറ് അല്ലേ? നീ പൊട്ടിച്ചതില്ലേ സീൽ സെറ്റില് പുറകെ കിടപ്പുണ്ട്. അതുപോലെ ഇതൊക്കെ പൊട്ടിക്കരുത്, കോലൊക്കെ ഇട്ട് കറക്കിയിട്ട്. ഓക്കെ, എടാ ഇവിടെ നമ്മ കുടവൊക്കെ ഉണ്ടാവും. നമുക്ക് ഇത് ആ സ്റ്റിക്കർ എടുത്താൽ മതി. നിനക്ക് അടി കൂടി കഴിയിട്ട് അതിന്റെ മുകളിലത്തെ ക്യാപ്പ് ഊരാൻ പറ്റും. നോക്കി. ഓക്കെ, ഇത് കാര്യം ചെയ്. എന്തായാലും നീ ആ കോടയൊക്കെ ഇങ്ങ് എടുത്തിട്ടുണ്ടോ? ആ കോടയും അതിന്റെ ബേസ് നിനക്ക് പൊക്കാൻ പറ്റുമോ നോക്കി. സൗണ്ട് കിട്ടത്തില്ലടാ. എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഇല്ലാത്തതുകൊണ്ടേ സൗണ്ട് ഭയങ്കര പാടാ പറയണ കിട്ടാനായിട്ട്. താഴ്ത്തി വെച്ചാൽ മതി. ആ മറ്റേ ആ കോട എടുത്തോ, അവിടെ നിന്ന് കിടത്തിയിട്ടോ കോട എടുത്തോ. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് പൂവണിയാണ് അല്ലേ അപ്പ? ആ ലൈറ്റ് ഉള്ളിൽ ഇരിപ്പുണ്ട്. സീരിയസ് ആയിട്ട് കോടയുടെ ഉള്ളിൽ നോക്കണം. നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. നീ കാര്യം ചെയ്യാം, ആ സീരിയസ് സെറ്റും അതുപോലെ തന്നെ ഒരു കത്തി എടുത്തുണ്ടോ?
പർസോളിൻ്റെ ബേസ് വന്നത് ഈ ഒരു മോഡലാണ്. അത്യാവശ്യം നല്ല അടിപൊളി ആൻറ്റിക് മോഡലാണത്. ഓക്കെ, പിന്നെ ഇതിലേക്കാണ് നമുക്ക് നമ്മുടെ പർസോൾ സെറ്റ് ചെയ്യാനുള്ളത്. Wow. ലൈറ്റ് സൂപ്പർ. കൊള്ളാല്ലേ, നല്ല ഉപകാരമുള്ള സാധനം. ഇനി നമുക്ക് അടുത്തതായി സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു സീരീസ് സെറ്റാണ് കേട്ടോ. സെറ്റ് ചെയ്യാം ഇല്ലേപ്പാ? ഞാൻ ചെയ്തോട്ടെ? ഇതോ അൺബോക്സ്, ഇവിടെയൊക്കെ നമുക്ക് കയ്യെത്തോ? അൺബോക്സ് ചെയ്തോട്ടെ? കവർ നമുക്കിനി വേണ്ട, വലിച്ചെടുത്തോ, പറിച്ചെടുത്തോ. സോളാറാണ്. ഇപ്പോൾ ഒരുപാട് കേബിൾ ടൈ ഉണ്ടല്ലോ കണക്ട് ചെയ്യാനുള്ള കണ്ടതേ. കേബിൾ ടൈ, ബ്ലാക്ക് കേബിൾ ടൈ. നോർമൽ വലുതായിരിക്കും കണ്ടപ്പോ അല്ലേ? ഇതുപോലെ ഉണ്ടോ അവിടെ? ഈ കണ്ടോ? ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കേബിൾ ടൈ. അപ്പൊ സെറ്റ് ചെയ്യണം. എനിക്ക് കയ്യെത്തൂല മുകളില്. കൊടയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സീരീസിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ കൂടാതെ നമ്മുടെ ലീയപ്പൻ കറക്കി കറക്കി പൊക്കാൻ പോവാണ്. ലീയപ്പ റെഡി? 1 2 3 സ്റ്റാർട്ട്. കം ഓൺ. അടിപൊളിയല്ലേ ലൈറ്റ് അല്ലേ? അത് അത്രേ ഉള്ളൂ, മാക്സിമം അത്രേ ഉള്ളൂ, ഹൈറ്റ് അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വെയിലിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് സോളാർ ലൈറ്റാണ്. സോളാറിൽ ചാർജ് ആവുന്ന. പിന്നെ ഇരുട്ടായാൽ മാത്രമേ ഇത് കത്തുള്ളൂ. ഇവിടെയാണ് നമ്മുടെ സോളാർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതെ, അത് ഞാൻ അടഞ്ഞാൽ കത്തും. ദേ കണ്ടോ, ഞാനിപ്പോൾ കൈ കൊണ്ടാ സോളാർ അടച്ചു. കണ്ടോ? അപ്പോൾ കത്തിയുണ്ടോ? ഉണ്ടടാ. അതെ, ഇനി കൈ മാറ്റുമ്പോഴത്തേക്കും അത് കിടും. ഇപ്പോൾ ഇനി ഇരുട്ടാണോ? അപ്പോൾ നമ്മുടെ ലീയപ്പം ഇവിടെ കസേരയൊക്കെ ഇവിടെ റെഡിയാക്കി ഇടുവാണ് കേട്ടോ. ലീയപ്പം ഈ കസേര എടുത്ത് ആ സൈഡിൽ വരണം. ആ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബാക്ക് യാർഡിൽ ഗാർഡൻ ചെയ്യുന്ന അതുപോലെ പറസോളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പാർട്ടിയൊക്കെ എടുത്തുമ്പോൾ വേറൊരു വൈബായിരിക്കും. ഓക്കെ, ഇത് ഞാൻ വാങ്ങിയത്, ഈ ഒരു ഗാർഡൻ ചെയ്യുന്ന പറസോളൊക്കെ ഞാൻ വാങ്ങിയത് ഹോം സ്റ്റോറിൽ നിന്നാണ്. ക്ലിയറൻസ് സെയിൽ വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ചാനലിലൂടെ പറയാൻ കാരണം ഇതുപോലെയൊക്കെ ബാക്ക് യാർഡിലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പാർട്ടികളൊക്കെ നടത്തുമ്പോൾ മാത്രമേ ഈ ഒരു പറസോളുണ്ടല്ലോ, അതായത് ഈ ഒരു കുട നിവൃത്തി വെക്കത്തുള്ളൂ. ഇതിപ്പോൾ ചുരുക്കി വെക്കണം. കാരണം ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ അറിയാമല്ലോ, കാറ്റ് കാര്യങ്ങൾ, വിൻഡ് സ്പീഡൊക്കെ അറിയാമല്ലോ. അത്യാവശ്യം നല്ല അടിപൊളി കാറ്റൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാർട്ടി നടത്തുമ്പോൾ നമ്മളോട് ഉള്ളപ്പോൾ മാത്രമേ
ഇങ്ങനൊരു വൃത്തി വെക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ അതുകൂടാതെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനൊപ്പം. അതായത് ഇതിനൊരു കവർ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഹോം സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു കുടക്ക് സെപ്പറേറ്റ് ഒരു കവർ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ചെയറും ടേബിളും എല്ലാം കൂടി കവറാകുന്ന ഒരു കവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് നിർബന്ധമായിട്ടും വാങ്ങിക്കണം. കാരണം കിളികളുടെയൊക്കെ കാഷ്ടങ്ങളൊക്കെ ഇതിനകത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബാക്ക് യാർഡിലെ കൊച്ചു ബാക്ക് യാർഡിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിക്ലാസ് ബ്രൗൺ. ഗുഡ് ബൈ.